രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖ വന്ദേ വാൽമീകി കോകിലം. അഞ്ജനാനന്ദനം വീരം ജാനകീ ശോകനാശനം കപീശം അക്ഷരം താരം വന്ദേ ലങ്കാഭയങ്കരം. ശ്രീരാമചന്ദ്രചരണോ മനസാ സ്മരാമി ശ്രീരാമചന്ദ്രചരണോ വയസാ ഗൃഹാമി ശ്രീരാമചന്ദ്രചരണോ ശിരസാ നമാമി ശ്രീരാമചന്ദ്രചരണോ ശരണം പ്രപദ്യേ. രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ. അധ്യാത്മരാമായണം അയോധ്യാകാന്ഡം അഷ്ടമ സർഗം. ഭരതൻ ചിത്രകൂടത്തിലേക്ക് യാത്രയാകുന്നു. ശ്രീ മഹാദേവ ഉവാച വസിഷ്ഠോ മുനിഭി സാർദ്ധം മന്ത്രിഭിഃ പരിവാരിതഃ രാജ്ഞാ സഭാം ദേവസഭാ സന്നിഭാം അവിശദ്ഭുവു. തത്രാസനേ സമാസീന ചതുർമുഖൈവാപര ആനീയ ഭരതം തത്ര ഉപവേശ്യ സഹാനുജം. അബ്രവീദ് വചനം ദേശകാലോചിതമരിന്ദമം വത്സരാജ്യാഭിഷേകാക്ഷ്യാം അസ്ത്വാമദ്യ പിതൃശാസനാത്. ഒരിക്കൽ വസിഷ്ഠമുനി ദേവസഭയ്ക്കൊത്ത രാജസഭയിൽ പ്രവേശിച്ചു. മറ്റൊരു നാൻമുഖൻ എന്നതുപോലെ അവിടെ ഇരിപ്പിടത്തിലിരുന്നു. അനുജസമേതനായ ഭരതനെ വരുത്തി അരികിലിരുത്തി അദ്ദേഹത്തോട് നാടിനും കാലത്തിനും പറ്റിയ വാക്കുകൾ പറഞ്ഞു. കുഞ്ഞെ, നിന്റെ അച്ഛൻ്റെ അരുളപ്പാടനുസരിച്ച് നിന്നെ ഇന്ന് രാജാവായി വാഴിക്കുകയാണ്. കൈകേയ്യായാചിതം രാജ്യം ത്വദർത്ഥേ പുരുഷർഷഭ സത്യസന്ധോ ദശരഥ പ്രതിജ്ഞായ ദദൗ കില. അഭിഷേകോ ഭവത്വദ്യ മുനിഭിർമന്ത്രപൂർവകം തച്ഛ്രുത്വാ ഭരതോപ്യാഹ മമ രാജ്യേന കിം മുനേ. രാമോ രാജാതിരാജശ്ച വയം തസ്യൈക കിങ്കരാ സ്വപ്രഭാതേ ഗമിഷ്യാമോ രാമം ആനേതുമഞ്ജസാ. അഹം യൂയം മാതരശ്ച കൈകേയീം രാക്ഷസിം വിനാ ഹനിഷ്യം അധുനൈവാഹം കൈകേയീം മാതൃഗന്ധിനീം. സത്യസന്ധനായ ദശരഥൻ പ്രതിജ്ഞ ചെയ്തു നൽകിയ ഈ രാജ്യം കൈകേയി നിനക്ക് വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇന്ന് മുനിമാരാൽ മന്ത്രപൂർവകം അഭിഷേകം നടത്തപ്പെടട്ടെ. അത് കേട്ട് ഭരതൻ ചോദിച്ചു, ഗുരു, രാജ്യത്താൽ എനിക്കെന്ത് കാര്യം? രാമനാണ് രാജാതിരാജൻ, ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ സേവകർ മാത്രം. രാമനെ ഉടനെ കൂട്ടിക്കൊണ്ടുവരാൻ രാക്ഷസിയായ കൈകേയിയെ ഒഴിവാക്കി മറ്റമ്മമാരും ഞാനും അങ്ങും നാളെ രാവിലെ വനത്തിൽ പോകും. പേരിന് മാത്രം അമ്മയായ കൈകേയിയെ ഇപ്പോൾ തന്നെ
ഞാൻ വധിക്കുന്നതായിരിക്കും. ഹിന്ദു മാം നോ രഘുശ്രേഷ്ഠ സ്ത്രീഹന്താരം സഹിഷ്യതേ തച്ചോ ഭൂതേ ഗമിഷ്യാമി പാദചാരേണ ദണ്ഡകാൻ ശത്രുഘ്നസഹിതസ്തൂർണം യൂയമായാദവാനവ രാമോ യഥാവനേ യാദസ്തദാഹം വൽക്കലാംബരഃ ഫലമൂലകൃതാഹാര ശത്രുഘ്നോ സഹിതോ മുനേ ഭൂമിശായി ജടാധാരി യാവദ്രാമേ നിവർത്തത്തെ ഇതി നിശ്ചിത്യ ഭരതസ്തൂഷ്ണീം ഏവാവതസ്ഥിതാൻ സാധു സാധ്വീതിതം സർവേ പ്രശംസൂർമുദാണ്ണിത. സ്ത്രീഹത്യ ചെയ്താൽ ശ്രീരാമൻ എന്നോട് ക്ഷമിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കുന്നു. നാളെ പുലർച്ചെയായാലുടൻ ശത്രുഘ്നെയും കൂട്ടി കാൽനടയായി ദണ്ഡകവനത്തിലേക്ക് പോകും. നിങ്ങൾക്ക് വരികയോ വരാതിരിക്കുകയോ ചെയ്യാം. അതുപോലെ ഞാനും മരവുരിയെടുത്ത് ഗുരു രാമൻ മടങ്ങി വരും വരെ ശത്രുഘ്നോടൊപ്പം വെറും കായും കിഴങ്ങും കഴിച്ച് ജടാധാരിയായി തറയിൽ കിടക്കും. ഇങ്ങനെ തീരുമാനിച്ച് ഭരതൻ മൗനം പൂണ്ടിരുന്നു. ഇത് കേട്ടവരെല്ലാം നന്നായി എന്ന് ആമോദത്തോടെ അദ്ദേഹത്തെ പുകഴ്ത്തുകയും ചെയ്തു. തത പ്രഭാതേ ഭരതം ഗച്ഛന്തം സർവസൈനികാഃ അനുജഗ്മു സുമന്ത്രേണ നോദിതാ സാശ്വകുഞ്ചരാഃ കൗസല്യാദ്യാ രാജധാരാ വസിഷ്ഠപ്രമുഖാദ്വിജാഃ ചാദയന്തോ ഭുവം സർവേ പൃഷ്ഠത പാർശ്വതോ അഗ്രതഃ ശൃംഗവേരപുരം ഗത്വാ ഗംഗാകൂലേ സമന്തതഃ ഉവാസ മഹതീ സേന ശത്രുഘ്നപരിചോദിത. പിറ്റേന്ന് പ്രഭാതത്തിൽ ഭരതൻ ശ്രീരാമനെ കാണാൻ കാൽനടയായി പുറപ്പെട്ടു. സുമന്ത്രരുടെ നിർദ്ദേശപ്രകാരം ആന, കാലാൾ, കുതിരപ്പട എന്നിവ ഭരതനെ അനുഗമിച്ചു. കൗസല്യ തുടങ്ങിയ രാജ്ഞിമാരും വസിഷ്ഠാദി ബ്രാഹ്മണരുമെല്ലാം മുമ്പിലും പിമ്പിലും വശങ്ങളിലുമൊക്കെയായി ശത്രുഘ്നന്റെ നിർദ്ദേശപ്രകാരം ആ പെരുമ്പട ശൃംഗവേരപുരത്തെത്തി. ഗംഗാതീരത്ത് അവിടെ താവളമടിച്ചു. ആഗതം ഭരതം ശ്രുത്വാ ഗുഹ ശങ്കിതമാനസഃ മഹത്യാ സേനയാ സാർദ്ധം ആഗതോ ഭരതഖില പാപം കർത്തും നവായാതി രാമസ്യാവിദിതാത്മനഃ ഗത്വാ തത് ഹൃദയം ജ്ഞേയം യദി ശുദ്ധസ്ഥരിഷ്യസി ഗംഗാം നോ ചേത് സമാകൃഷ്യ നാവസ്തിഷ്ഠന്തു സായുധാഃ ജ്ഞാതയോ മേ സമായത്ത പശ്യന്ത സർവതോ ദിശം ഇതി സർവാൻ സമാദിശ്യ ഗുഹോ ഭാരതമാഗതഃ ഉപായനാനി സംഗൃഹ്യ വിവിധാനി ബഹൂന്യപി. ഭരതന്റെ ആഗമനം കണ്ട് ഗുഹൻ ശങ്കിതമാനസനായി. ഭരതൻ വലിയ പടയുമായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. ശ്രീരാമചന്ദ്രനെ അപായപ്പെടുത്തുവാനാണോ അയാൾ വന്നിരിക്കുന്നത്? അവിടെ ചെന്ന് അയാളുടെ ഹൃദയം അറിയുക തന്നെ. ശുദ്ധ ഹൃദയനെങ്കിൽ ഗംഗ കടത്താം. വള്ളങ്ങളിൽ ആയുധങ്ങളുമേന്തി നിൽക്കാനായി ബന്ധുക്കൾക്ക് ഉപദേശം കൊടുത്ത ശേഷം ഭരതന്റെ സമീപത്ത് ഉപഹാരങ്ങളുമായി ഗുഹൻ എത്തിച്ചേർന്നു. പ്രയയൗ ജ്ഞാതിഭിः സാർദ്ധം ബഹുഭിർവിവിധായുധൈഃ നിവേദ്യോപായനാന്യഗ്രേ ഭരതസ്യ സമന്തതഃ ദൃഷ്ട്വാ ഭരതമാസീനം സാനുജം സഖമന്ത്രിഭിः ചീരാംബരം ഘനശ്യാമം ജടാമകുടധാരിണം രാമം ഏവാനുശോചന്തം രാമാ രാമാ ഇതി വാദിനം നനാമശിരസാ ഭൂമൗ ഗുഹോ അഹം ഇതി ജാബ്രവീത്. പലതരം ആയുധങ്ങൾ ധരിച്ച ആളുകളുമൊത്താണ് ഗുഹൻ ഭരതന്റെ മുമ്പിലെത്തിയത്. ഉപഹാരങ്ങളെല്ലാം സമർപ്പിച്ച് അനുജനും മന്ത്രിമാരും ഒത്തിരിക്കുന്ന ജടാമകുടം ധരിച്ച വൽക്കലമുടുത്ത ആ ഭരതനെ കണ്ട്
ഭരതൻ ചൊല്ലുന്നത് എന്താണ് എന്ന് ശ്രദ്ധിച്ചു. രാമ 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 എന്ന് ഉച്ചരിക്കുന്ന ഭരതനെ കണ്ട് ഭൂമിയിൽ നമിച്ച് താൻ ഗുഹനാണ് എന്ന് പറയുകയും ചെയ്തു. ശീഘ്രമുത്ഥാപ്യ വരദോ ഗാഢം ആലിംഗ്യ സാദരം പൃഷ്ട്വാനാമയമവ്യഗ്ര സഖായം ഇദമബ്രവീത് ഭ്രാതസ്ത്വം രാഘവേണാത്ര സമേത സമവസ്ഥിതഃ രാമേണ ആലിംഗിതഃ ആർദ്രനയനേന അമലാത്മനാ ധന്യോസി കൃതകൃത്യോസി യത്വയാ പരിഭാഷിതഃ രാമോ രാജീവപുത്രാക്ഷോ ലക്ഷ്മണേന ച സീതയാ യത്ര രാമസ്ത്വയാ ദൃഷ്ടത്തത്ര മാം നയ സുവ്രത സീതയാ സഹിതോ യത്ര സുപ്തസ്തർ ദർശയസ്വമേ. ഭരതൻ ആദരവോടുകൂടി എഴുന്നേറ്റ് ഗുഹനെ പുണർന്നു. ക്ഷേമാന്വേഷണത്തിന് ശേഷം മനഃശാന്തിയോടെ ആ സുഹൃത്തിനോട് പറഞ്ഞു, സഹോദര, നീ ഇവിടെയാണല്ലോ രാമചന്ദ്രനോടൊത്ത് കഴിഞ്ഞത്. പെട്ടെന്ന് കണ്ണീർ വാർത്തുകൊണ്ട് പറഞ്ഞു, പാവനാത്മാവായ രാമൻ നിന്നെ വാരിപ്പുണർത്തതും ഇവിടെ വെച്ചാണല്ലോ. നീ ധന്യനാണ്, കൃതകൃത്യനാണ്. എന്തെന്നാൽ ആ ചെന്താമരേതൽക്കണ്ണനായ രാമനോട് സംസാരിച്ചു. സീതാലക്ഷ്മണ സമേതനായ രാമനെ നീ എവിടെ കണ്ടുവോ അങ്ങോട്ടേക്ക് എന്നെ കൊണ്ടുപോകൂ. സീതയോടൊത്ത് അദ്ദേഹം ഉറങ്ങിയത് എവിടെയാണോ ആ സ്ഥലം എനിക്ക് കാണിച്ചു തരൂ. ത്വം രാമസ്യ പ്രിയതമോ ഭക്തിമാനസി ഭാഗ്യവാൻ ഇതി സംസ്മൃത്യ സംസ്മൃത്യ രാമം സാശ്രുവിലോചന ഗുഹേന സഹിതസ്തത്ര യത്ര രാമസ്ഥിതോ നിശി യയൗ ദദർശ ശയനസ്ഥലം കുശസമാസ്തൃതം സീതാഭരണ സംലഗ്ന സ്വർണബിന്ദുഭിരർച്ചിതം ദുഃഖസന്തപ്ത ഹൃദയോ ഭരത പര്യദേവയത്. അഹോ അതിസുകുമാരി ആ സീതാ ജനകനന്ദിനി പ്രാസാദേ രത്നപത്യംഗേ കോമളാസ്തരണേ ശുഭേ രാമേണ സഹിതാശേതേ സാ കഥം കുശവിഷ്ടരേ സീതാ രാമേണ സഹിത ദുഃഖേന മമ ദോഷദഃ ദിഗ്മാം ജാതോസ്മി കയ്യേയ്യാം പാപരാശി സമാനദഃ മന്നിമിത്തമിദം ക്ലേശം രാമസ്യ പരമാത്മനഃ അഹോ അതിസഫലം ജന്മ ലക്ഷ്മണസ്യ മഹാത്മനഃ രാമമേവ സദാന്വേതി വനസ്തം അഭിഹൃഷ്ടധീ അഹം രാമസ്യ ദാസായേ തേഷാം ദാസസ്യ കിങ്കരഃ യദി സ്യാം സഫലം ജന്മ മമ ഭൂയാന്ന സംശയഃ. അലയോ ഗുഹ, നീ ശ്രീരാമന് വളരെ പ്രിയപ്പെട്ടവനാണ്, ഭക്തനാണ്, ഭാഗ്യശാലിയാണ്. രാമനെ ഓർത്തോർത്ത് കണ്ണീർ നിറഞ്ഞ മിഴികളോടെ ഗുഹനുമൊത്ത് രാമൻ രാത്രിയിൽ തങ്ങിയിടത്തേക്ക് ഭരതൻ ചെന്നു. ദർഭപ്പുല്ല് വിരിച്ച ശയനസ്ഥലം കണ്ടു. കൊട്ടാരത്തിൽ വളരെ മൃദുലമായ പട്ടുമെത്തയിൽ കിടന്ന രത്നക്കട്ടിലിൽ രാമനോടൊത്ത് ശയിച്ചിരുന്ന ആ ജനകപുത്രി സീതാദേവി എൻ്റെ ദോഷം കൊണ്ടാണല്ലോ രാമനോടൊത്ത് ഈ ദർഭപ്പായയിൽ ക്ലേശിച്ചിവിടെ കഴിഞ്ഞത്. പാപം കൊണ്ട് കൈകേയിയിൽ ജനിച്ച എന്നെ എല്ലാവരും നിന്ദിക്കട്ടെ. പരമാത്മാവായ രാമന് ഞാൻ നിമിത്തമാണല്ലോ ഈ ക്ലേശം നേരിട്ടത്. ലക്ഷ്മണന്റെ ജന്മം വളരെ സഫലമായി തീർന്നു. വനത്തിൽ രാമനെ സന്തോഷത്തോടുകൂടി സദാ പിന്തുടരുന്നു. ഞാൻ രാമന്റെ ദാസന്മാരുടെ ദാസൻ ആയെങ്കിലും തീരുമെങ്കിൽ എൻ്റെ ജന്മം സഫലമാകും. സഹോദരാ ഗുഹ, എവിടേക്കാണ് രാമൻ പോയത്? ഉടനെ രാമനെ കൂട്ടിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ഗുഹ സ്തം ശുദ്ധഹൃദയം ജ്ഞാത്വാ സസ്നേഹമബ്രവീത് ദേവ ത്വമേവ ധന്യോസി യസ്യ തേ ഭക്തിരീദൃശി രാമേ രാജീവപത്രാക്ഷേ സീതായാം ലക്ഷ്മണേ തഥാ ചിത്രകൂടാദ്രിനികടേ
മന്ദാകിന്യാ വിദൂരത മുനീനാം ആശ്രമപദേ രാമതിഷ്ഠതി സാനുജ ജാനഗ്യാസകിതോ നന്ദാത സുഖമാസ്തേ കില പ്രഭു. ഭരതൻ വിമലഹൃദയനാണെന്നറിഞ്ഞ് ഗുഹൻ സ്നേഹപൂർവം രാമൻ പോയ സ്ഥലത്തെപ്പറ്റി വിവരിച്ചു. ഗംഗയിൽ നിന്ന് അധികമല്ലാതെ ചിത്രകൂടഗിരിയുടെ അരികിൽ മുനി കുടീരങ്ങൾ ഉള്ളിടത്ത് അനുജരോടൊപ്പം രാമൻ വസിക്കുന്നു. ജാനകീ സമേതനായ പ്രഭു സമൃദ്ധിയോടും സന്തോഷത്തോടും കൂടി കഴിയുകയാണ്. അത്ര ഗച്ഛാമഹേ ശീഘ്രം ഗംഗാം തർത്തുമിഹാർഹസി ഇത്യുക്ത്വാ ത്വരിതം ഗത്വാ നാവ പഞ്ചശതാനിഹ സമാനയൽ സസൈന്യസ്യ തർത്തും ഗംഗാം മഹാനദിം സ്വയം ഏവാനിനായൈകാം രാജനാവം ഗുഹസ്തദാ. ചിത്രകൂടത്തിലേക്ക് അതിവേഗം പോകാം, ഗംഗ കടന്നു പോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് സൈന്യസമേതനായ ഭരതന് വിശാലമായ നദിയെ കടക്കാൻ 500 തോണികൾ കൊണ്ടുവന്നു. അപ്പോൾ ഗുഹൻ സ്വയം തന്നെ ഒരു രാജകീയ നൗകയും കൊണ്ടുവന്നു. ആ രാജകീയ നൗകയിൽ ഭരത ശത്രുഘ്നന്മാരെയും രാജമാതാവിനെയും വസിഷ്ഠനെയും കയറ്റി. മറ്റൊന്നിൽ കൈകേയിയെയും മറ്റു വനിതകളെയും കയറ്റിയ ശേഷം ഗംഗ കടന്ന് പെട്ടെന്ന് ഭരദ്വാജാശ്രമത്തിലേക്ക് പോയി. വമ്പിച്ച സേനയെ അകലെ നിർത്തി അനുജനോടൊത്ത് ഭരതൻ ഭരദ്വാജ ആശ്രമത്തിലേക്ക് ചെന്നു. ആശ്രമേ മുനിമാസീനം ജ്വലന്തം ഇവ പാവകം ദൃഷ്ട്വാനനാമ ഭരത സാഷ്ടാംഗം അതിഭക്തിദഃ ജ്ഞാത്വാ ദാശരഥിം പ്രീത്യ പൂജയാമാസമൂരിരാട് പപ്രച്ഛ കുശലം ദൃഷ്ട്വാ ജടാവൽക്കലധാരിണം. ആശ്രമത്തിലിരിക്കുന്ന മുനിയെ ദർശിച്ച് ഭരതൻ ഭക്തിയോടുകൂടി സാഷ്ടാംഗ പ്രണാമം ചെയ്തു. ദശരഥകുമാരനാണെന്നറിഞ്ഞ് ഭരദ്വാജമുനി സൽക്കരിച്ചിരുത്തി. ജടയും വൽക്കലവും ധരിച്ചത് കണ്ട് കുശലം ചോദിച്ചു. രാജ്യം പ്രശാസതത്തെ അദ്യ കിമേതത് വൽക്കലാധികം ആഗതോസി കിമർത്ഥം ത്വം വിപിനം മുനിസേവിതം. നാട് ഭരിക്കുന്ന നിനക്ക് എന്തിനാണ് ഈ മരവുരി? എന്തിനു വേണ്ടിയാണ് ഈ മുനിമാർ വസിക്കുന്ന വനത്തിലേക്ക് വന്നത്? ഭരദ്വാജവച ശ്രുത്വാ ഭരത സാശ്രുലോചനഃ സർവം ജാനാസി ഭഗവൻ സർവഭൂതാശയസ്ഥിതഃ തഥാപി പൃച്ഛസേ കിഞ്ചിത് തദനുഗ്രഹ ഏവ മേ കയ്യേയായത് കർമ്മ രാമരാജ്യവിഘാതനം വനവാസാദികം വാപി നഹി ജാനാമി കിഞ്ചന ഭവത്പാദയുഗം മേദ്യ പ്രമാണം മുനിസത്തമം ഇത്യുക്ത്വാ പാദയുഗളം മുനേ സ്പൃഷ്ട്വാർത്തമാനസഃ ജ്ഞാതുമർഹസി മാം ദേവ ശുദ്ധോ വാ അശുദ്ധയേവ വാ. ഭരദ്വാജൻ പറഞ്ഞത് കേട്ട് നിറമൊഴികളോടുകൂടി ഭരതൻ പറഞ്ഞു, ഭഗവൻ, എല്ലാ ജീവികളുടെയും ഉള്ളിൽ വിളങ്ങുന്ന നീ സർവവും അറിയുന്നവനാണല്ലോ. എങ്കിലും ചിലത് ചോദിക്കുന്നു. അതെനിക്ക് അനുഗ്രഹം തന്നെ. രാമന്റെ രാജ്യാഭിഷേക വിഘ്നമോ വനവാസാദിയോ ആയ എന്തെല്ലാം കാര്യം കൈകേയി ചെയ്തോ തെല്ലും അതൊന്നും ഞാൻ അറിയുന്നില്ല. മഹാമുനി, ഇന്നെനിക്ക് അങ്ങാണ് ഒരാശ്രയം. അല്ലയോ ദേവ, ഞാൻ ശുദ്ധനോ അശുദ്ധനോ എന്ന് അറിയാൻ കഴിവുള്ളവനാണ് അങ്ങ്. മമ രാജ്യം കിം സ്വാമിൻ രാമേ തിഷ്ഠതി രാജനി കിങ്കരോഹം മുനിശ്രേഷ്ഠ രാമചന്ദ്രസ്യ ശാശ്വതഃ. അല്ലയോ സ്വാമി, രാജാവായ രാമനിരിക്കെ രാജ്യം എനിക്കെന്തിനാണ്? മഹാമുനി, ഞാൻ എന്നെന്നും രാമന്റെ കിങ്കരനാണ്. അതോ ഗത്വാ മുനിശ്രേഷ്ഠ രാമസ്യ ചരണാന്തികേ പതിത്വാ രാജ്യസംഭാരാൻ സമർപ്യാത്രൈവ രാഘവം അഭിഷേക്ഷ്യേ വസിഷ്ഠാദ്യൈ പൗരജാനാപദൈ സഹ നേഷ്യേയോധ്യാം രമാനാഥം ദാസസേവേ അതിനീചവത്.
മുനിശ്രേഷ്ഠ, അതിനാൽ ഞാൻ ചെന്ന് രാമന്റെ കാൽക്കൽ വീണ് രാജ്യാഭിഷേക സാമഗ്രികളെല്ലാം സമർപ്പിച്ച് വസിഷ്ഠാദികളോടുകൂടി പൗരജനങ്ങളോടും കൂടി ഇവിടെ വെച്ച് തന്നെ രാഘവനെ അഭിഷേകം ചെയ്തിട്ട് രമാനാഥനെ അയോധ്യയിലേക്ക് കൊണ്ടുപോയി ദാസനായ ഞാൻ താഴ്മയോടുകൂടി സേവിക്കാം എന്ന് വിചാരിക്കുന്നു. ഇത്യുദീരിതമാകർണ്യ ഭരതസ്യ വജോ മുനി ആലിംഗ്യമൂർധ്നവക്രായ പ്രശംസ സവിസ്മയഃ. ഇപ്രകാരം ഭരതൻ പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ മുനി അദ്ദേഹത്തെ മാറോടണച്ച് നെറുകയിൽ മുകർന്ന് വിസ്മയം പൂണ്ട് പുകഴ്ത്തി. വത്സജ്ഞാതം പുരൈവൈതത് ഭവിഷ്യം ജ്ഞാനചക്ഷുഷാ മാശുജസ്ത്വം പരോ ഭക്ത ശ്രീരാമേ ലക്ഷ്മണാത് അഭി ആദിത്യം കർത്തുമിച്ഛാമി സസൈന്യസ്യ തവാനഘ അദ്യ ഭുക്ത്വാ സസൈന്യസ്ത്വം ശോഗന്ധാ രാമസന്നിധിം. അല്ലയോ കുഞ്ഞേ, സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ജ്ഞാനെ കണ്ടുകൊണ്ട് മുമ്പേ തന്നെ ഞാൻ അറിഞ്ഞിരിക്കുന്നു. നീ ദുഃഖിക്കേണ്ട. നീ ലക്ഷ്മണനേക്കാളും മികച്ച രാമഭക്തനാണ്. സേനയോടൊപ്പം ഇന്നിവിടെ വിശ്രമിച്ചിട്ട് നാളെ രാമനെ കാണാൻ പുറപ്പെടാം. യഥാ ജ്ഞാപയതി ഭവാം സ്ഥതേതി ഭരതോ അബ്രവീത് ഭരദ്വാജസ്ത്വസ്പൃഷ്ട്വാ മൗനേ ഹോമഗൃഹേ സ്ഥിതഃ ദദ്യൗ കാമദുഃഖാം കാമവർഷിണീം കാമദോ മുനി അസൃജത് കാമദുഃഖ സർവം യഥാ കാമമലൗകികം ഭരതസ്യ സൈന്യസ്യ യഥേഷ്ടം ച മനോരഥം യഥാപവർഷ സകലം തൃപ്താസ്തേ സർവസൈനികാഃ. അങ്ങ് എന്താണോ ആജ്ഞാപിക്കുന്നത് അതുപോലെ ആകട്ടെ എന്ന് ഭരതൻ പറഞ്ഞുകൊണ്ട് അവിടെ തങ്ങാൻ തീരുമാനിച്ചു. ഭരദ്വാജ മുനി ആഗ്രഹിക്കുന്നത് എന്തും ചുരിയുന്ന കാമധേനുവിനെ ധ്യാനിച്ചു. കാമധേനു അവിടെ എത്തിയ എല്ലാവർക്കും ആവശ്യമായ ഭക്ഷണങ്ങളെല്ലാം നൽകി തൃപ്തരാക്കി. വസിഷ്ഠം പൂജയിത്വാ അഗ്രേ ശാസ്ത്രദൃഷ്ടേന കർമ്മണ പശ്ചാത് സൈന്യം ഭരതം തർപ്പയാമാസ യോഗിരാട്. ശാസ്ത്രവിധിക്കനുസരിച്ച് വസിഷ്ഠനെ ആദ്യമായി സൽക്കരിക്കുകയും പിന്നീട് സേനാസഹിതനായ ഭരതനെ സൽക്കരിച്ച് തൃപ്തിപ്പെടുത്തുകയും ചെയ്തു. ഉഷീത്വാദിനമേകം തു ആശ്രമേ സ്വർഗസന്നിഭേ അഭിവാദ്യ പുനഃപ്രാതർഭരദ്വാജം സഖാനുജ ഭരതസ്തു കൃതാനുജ്ഞ പ്രയയൗ രാമസന്നിധിം ചിത്രകൂടമനുപ്രാപ്യ ദൂരേ സംസ്ഥാപ്യ സൈനികാൻ രാമസന്ദർശനാകാംക്ഷി പ്രയയൗ ഭരതസ്വയം. പിറ്റേന്ന് പ്രഭാതത്തിൽ ഭരദ്വാജനെ വണങ്ങി അനുമതിയും വാങ്ങി രാമസന്നിധിയിലേക്ക് ഭരതൻ യാത്രയായി. ചിത്രകൂടത്തിനടുത്തെത്തി രാമദർശനത്തിന് വെമ്പുന്ന ധീരനായ ഭരതൻ സൈനികരെ ദൂരെ നിർത്തിയിട്ട് തനിയെ മുന്നോട്ട് പോയി. ശത്രുഘ്നേന സുമന്ത്രേണ ഗുഹേന ജപരന്തവ തപസ്വി മണ്ഡലം സർവം വിജിൻവാനോ നിവർത്തത അദൃഷ്ട്വാ രാമഭവനം അപൃച്ഛത് ഋഷിമണ്ഡലം കുത്രാസ്തേ സീതയാ സാർദ്ധം ലക്ഷ്മണേന രഘൂത്തമ. വളരെ നേരം ശത്രുഘ്നൻ, സുമന്ത്രൻ, ഗുഹൻ എന്നിവരോടൊപ്പം തപസ്യമണ്ഡലം മുഴുവൻ അന്വേഷിച്ചിട്ടും ശ്രീരാമന്റെ വാസസ്ഥലം കണ്ടെത്തിയില്ല. അവസാനം മുനിമാരോട് വിശദമായി ചോദിച്ചു. ഊജുർ അഗ്രേ ഗിരേ പശ്ചാത് ഗംഗായാ ഉത്തരേ തടേ വിവിക്തം രാമസദനം രമ്യം കാനനമണ്ഡിതം സഫലൈർ ആമ്രവനസൈ കദളീ ഖണ്ഡസംവൃതം ചമ്പകൈ കോവിദാരൈശ്ച പുന്നാഗൈർവിപുലൈസ്തഥാ ഏവം ദർശിതമാലോക്യ മുനിഭിർഭരതോഗ്രത ഹർഷാദ്യയൗ രഘുശ്രേഷ്ഠഭവനം മന്ത്രിണാ സഹ. മുനിമാർ രാമന്റെ വാസസ്ഥലം വിവരിച്ചു കൊടുത്തു. ഗംഗയുടെ മറുകരയിൽ മുമ്പേ കാണുന്ന മലയുടെ പിറകിലായി ഏകാന്തമായ രാമാശ്രമം കാണാം. വളരെ മനോഹരമായ കാടുകൊണ്ട് അലങ്കൃതമായ
കദളിവാഴകളാൽ ചുറ്റപ്പെട്ടതായ മാവ്, പ്ലാവ്, വിശാല പുന്നമരങ്ങൾ, അത്തികൾ, ചമ്പകങ്ങൾ ഇവയാൽ ശോഭിക്കുന്ന ആ ആശ്രമം മുനിമാർ ഭരതന് കാണിച്ചു കൊടുത്തു. മന്ത്രിമാരോടൊപ്പം ഭരതൻ അവിടെ സസന്തോഷം ചെന്നു ചേർന്നു. ദദർശദൂരാദതിഭാസുരം ശുഭം രാമസ്യ ഗേഹം മുനിവൃന്ദസേവിതം വൃക്ഷാഗ്രസംലഗ്ന സുവൽക്കലാജിനം രാമാഭിരാമം ഭരതസഹാനുജഃ. മരക്കൊമ്പിൽ തൂങ്ങുന്ന ശുദ്ധമരവുരിയും മാൻതോലുമൊക്കെയുള്ളതായ മുനിവൃന്ദത്താൽ ചുറ്റപ്പെട്ടതായ അതിമനോഹരമായ രാമസാന്നിധ്യത്താൽ മനോഹരമായ രാമഭവനം അനുജനോടൊത്ത് ഭരതൻ ദർശിച്ചു. ഓം ഇത് ശ്രീമദധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ അയോധ്യാകാണ്ഡേ അഷ്ടമസർഗഃ. രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ.